ഞാൻ വീട്ടിലുള്ള ദിവസം നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഇന്ന് കാണാൻ പോകുന്നത് വേറൊരു സംഭവമാണ് കേട്ടോ. ഒരു ദിവസം കാട്ടുപന്നിനെ കൊണ്ടില്ല ശല്യമാണെന്നുണ്ടായത്. ഇന്ന് വേറൊരാളെ കൊണ്ടില്ല ശല്യമാണ്. താഴെ കൂടി ഇല്ല ആളല്ല, മുകളിലേ കൂടി ഇല്ല ആളാണ് കേട്ടോ. ഞാനൊരു സംഭവം കാണിച്ചു തരാം. അത് ഇന്നും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാൻ പെട്ടെന്ന് കണ്ടുപോയതാണ്. ഇന്നഥവാ കണ്ണിൽ പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ കാര്യം പോക്കാം. ഒന്നും നമുക്ക് എനിക്കാണെങ്കിൽ അതൊന്നും ചെയ്യാനും പറ്റില്ല. കാരണം വെച്ചാൽ അത് കുറച്ച് ഉയരത്തില്ലാന്ന് അങ്ങോട്ട് കുത്തി എടുക്കണമെങ്കിലെല്ലാം ഭയങ്കര പണിയാണ്. ഇതുണ്ട്, ഒരു വാഴ ഞാൻ വെച്ചാണ് കേട്ടോ. നോക്കുമ്പോൾ കിട്ടുക ഒരുപാട് കൂട്ടത്തോടെ ആയിട്ടുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് മോളും ഭർത്താവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനാണെങ്കിൽ എന്ത് കാര്യത്തിന് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ മോളിൽ നിന്ന് ഇങ്ങനെ ഒച്ച കേട്ടിട്ട് നോക്കിയതാണ്. അപ്പം അടുക്കള ഭാഗത്തുനിന്ന് ഭയങ്കര ഒച്ച. ഞാൻ വിചാരിച്ചു ഇതെന്നാ സംഭവം. നോക്കുമ്പോൾ ഒക്കെ ഉണ്ട് കാക്ക ഇങ്ങനെ ഒച്ചയാക്കുന്നു. അപ്പം മേലോട്ട് നോക്കുമ്പോൾ ഒക്കെ അന്ന് കാണുന്ന സംഭവം വെച്ചാൽ 2-3 വാഴയിൽ കുലച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വാഴയിൽ നല്ല കൊലയായി അത് അങ്ങനെ പഴുത്തി വന്നിട്ടുണ്ടായി. അപ്പം അത് കൊത്തി തിന്നാൻ വേണ്ടി കാക്കപ്പടയാണ്. പകൽ കാക്കയും രാത്രി വരുന്ന ഒരാളുണ്ടല്ലോ, അറിയാലോ എല്ലാവർക്കും, നമ്മളെ നൈറ്റ് ഡ്യൂട്ടിക്കാർ വരുമല്ലോ. അപ്പം അവർ വന്നാൽ പിന്നെ ഒന്നും കിട്ടൂല, എല്ലാം അടിച്ചു മാറ്റും. അപ്പം മോൻ പറഞ്ഞ അമ്മേ ഞാൻ കൊത്തിത്തരാമെന്നുണ്ട്. അങ്ങനെ മോൻ കൊത്താൻ പോയതാണ്. മോനത് കൊത്തി എടുക്കുന്നുണ്ട്. ഒരുപാട് പണിയാണ്, കാരണം വലിയൊരു വാഴയാണ്. ഞാനതിപ്പോൾ വാഴ കൊത്തിയിട്ടുണ്ടെങ്കിൽ വാഴയും ഞാൻ ഒരുമിച്ച് പോകും. അതുകൊണ്ട് മോൻ അതിലുള്ള നേക്കിലതുകൊണ്ട് ഓൻ കൊത്തിത്തരും. നല്ല വലിയ വാഴയാണ്, പിന്നെ കൊത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓന് കുറച്ച് എക്സ്പീരിയൻസ് ഇല്ലല്ലോ കൊണ്ട് മോനത് വേഗം കൊത്തിയെടുത്ത് അതിൻ്റെ നേക്കെല്ലാം മോനറിയാം. കാരണം അവരങ്ങോട്ട് മലപ്രദേശമുണ്ട്, അവർക്ക് എല്ലാ ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ഇതാ നല്ലോണം പഴുത്തിന്. മോനത് എങ്ങനെയെങ്കിലും താഴെ വീഴാതെ താത്തെടുക്കേന്. താഴെ വീണ പിന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടൂല. അവിടെ കല്ലും മണ്ണും എല്ലാം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് കുത്തിപ്പോവും. അപ്പോൾ അവിടെ ഒരു പേരക്ക തൈയിൽ കൊണ്ടാളെ പിടിച്ച് നിൽക്കുകയാണ്. മോനതെങ്ങനെയല്ലോ കൊത്തിയെടുത്തിട്ടുണ്ട്. അഥവാ ഇന്ന് കൊത്തിയിട്ടില്ലെങ്കിൽ നാളെ ആകുമ്പോൾ കഴിഞ്ഞ ഒരു പഴവും കിട്ടൂല, പഴുത്തത് മുഴുവനും കൊണ്ടുപോകും. കൊത്തിയെടുക്കേണ്ട താമസം. ഈറ്റ് പിടിക്കാൻ ഒരാൾ വന്ന് നിന്നിട്ടുണ്ട്. വേണ്ടില്ലേ, നല്ലൊരു കൊലയായിരുന്നു. കുറേ വാഴയിൽ കൊലച്ചിട്ടുണ്ട്. പിന്നെ ഇത് തിന്നാനും ആളില്ല. ഇത് കണ്ടില്ലേ, ഇതാ ഇതിൽ നിന്ന് കുറേ പഴം അവരടിച്ച് മാറ്റിയിട്ടുണ്ട്. പഴുത്തതെല്ലാം അവർ കൊണ്ടുപോയി. ഇനിയിപ്പം പഴുക്കാനില്ലതേ ഉള്ളൂ. ഇനി ആകെ എത്രയേ ഉള്ളൂ, 2 ദിവസം വറുക്കാനും രണ്ട് ദിവസം കഴിക്കാനും മാത്രം കിട്ടുമെന്ന്. ബാക്കിയെല്ലാം തിന്ന് തീർത്തിന് കേട്ടോ. അപ്പം എല്ലാവരും വവ്വലിനും ശ്രദ്ധിക്കണേ.